ഹലോ നമസ്കാരം. കീൻവ ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇത് ആക്ച്വലി ഒരു റൈസ് ഓർ വീറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കഴിക്കാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ് സോഴ്സ് തന്നെയാണ്. പക്ഷേ ഇതിൽ റൈസ് ഓർ വീറ്റിനേക്കാളും കൂടുതലായിട്ട് പ്രോട്ടീൻ, അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ കീൻവ ആക്ച്വലി ഇതൊരു ഡൈക്കോട്ട് പ്ലാന്റിൻ്റെ സീഡ്സാണ്. ഇത് നമ്മുടെ ചീര അല്ലെങ്കിൽ സ്പിനാച്ചിൻ്റെയൊക്കെ ഫാമിലിയിൽ വരുന്ന പ്ലാന്റാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സീഡ്സാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഓപ്പൺ വെസലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടങ്ങ് ബോയിൽ ചെയ്യണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം ഒന്നതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കീൻവ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇത് ഒരു നട്ടി ഫ്ലേവറാണ്, പിന്നെ ഒരു ക്രഞ്ചിയാണ് കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്കൊരു 2 ദിവസത്തേക്കൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിക്കുന്ന റെസിപ്പി വളരെ പ്ലെയിനായിട്ട് ഒരുപാട് ഫ്ലേവേഴ്സൊന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. ഞാനിതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ പ്ലെയിനായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. സാധാരണ നമ്മൾ ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് ചോപ്ഡ് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് നെയ്യിലാണ് ഒന്ന് വാട്ടിയെടുത്തത്. അതിനുശേഷം കുക്ക്ഡ് നമ്മുടെ കീൻവയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് റെസിപ്പി എന്ന് പറയുന്നത് ഇത് ഹങ് കേർഡാണ് കേട്ടോ. കേർഡിലുള്ള ആ വാട്ടറി വെള്ളം മാറ്റിയതിന് ശേഷമുള്ള ആ ഒരു തിക്കായിട്ട് കിട്ടുന്ന ആ വൈറ്റ് പാർട്ടില്ലേ, അത് മാത്രം എടുത്തേക്കുവാണ്. എന്നാലും കുറച്ചൊരു വാട്ടറി ആയിരിക്കും അതിനകത്ത്. ഞാൻ ഒത്തിരി സമയമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ കുറച്ച് അതിനകത്തുള്ള വെള്ളം കളഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കുക്ക്ഡ് കീൻവ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് കൂടെ ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പാലാണ്, പശുവിൻ പാലാണ് ആഡ് ചെയ്തത് കേട്ടോ. അങ്ങനെ പാല് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു ക്രീമി ടെക്സ്ചർ വരും കേട്ടോ ഇതിന്. അപ്പോഴേ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആൻഡ് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റോസ്റ്റഡ് സീഡ്സും നമുക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ ആഡ് ചെയ്യാം. ഇതെൻ്റെ ഫേവറേറ്റ് സ്നാക്സാണ്. ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നൊരു കാര്യമാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലഞ്ചായാലും ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. 2 റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.